ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതുവരെ ഒരു പെണ്ണും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇപ്പൊ ഒരു പെണ്ണ് സംസാരിച്ചില്ലേ? തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ അച്ഛന് നേരെ ഷൗട്ട് ചെയ്ത് സംസാരിച്ച തന്റെ കാരണം ഞാൻ അടിച്ച് പൊളിച്ചളയും. താനൊരു രോഗിയാണെന്നും അടി കിട്ടിയ ചത്തുപോകുന്നു എനിക്കറിയാം. തന്റെ ഏജ് ഞാൻ വകവെക്കില്ല. എന്റെ അച്ഛനോട് കളിച്ച താൻ നേരെ ചെവ്വേ പോയില്ല. അച്ഛൻ ക്ഷമിക്കണം. കൊടുക്കേണ്ടവർക്ക് അത് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. എടോ, എന്റെ അപ്പൂപ്പനും അച്ഛനും ഒക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് വയറ്റിപ്പഴപ്പിനും തന്നെ പോലെ കട്ടുമുടിക്കാനൊന്നും അല്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി കുടുംബം മുതലെടുത്ത് ചെലവാക്കിയിട്ടേ ഉള്ളൂ. ഞങ്ങൾക്കാർക്കും മോഷ്ടിക്കേണ്ട കാര്യമില്ല. മര്യാദയ്ക്ക് സംസാരിക്കണം. താൻ മര്യാദകേട് പറഞ്ഞതുകൊണ്ടാ ഞാനും ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നതെല്ലാം സത്യങ്ങളാ. അല്ലെങ്കിൽ അവര് പറയട്ടെ. കണ്ടോ, ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല. എടോ, politics and public work should be for the people, not for the personal gain. തനിക്ക് പൊതുജനങ്ങളോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. കട്ടുവാരി സ്വരുക്കൂട്ടം മാത്രം താൻ പൊളിറ്റിക്സ് തെരഞ്ഞെടുത്തത്. പറയാനുള്ളതേ മുഴുവൻ പറഞ്ഞിട്ടേ ഹൃതിക നിർത്തൂ. പാവങ്ങൾക്ക് കൊടുക്കേണ്ട റേഷൻ അരിയിൽ കൈയിട്ട് വാരിയും അത്താഴി പട്ടണക്കാരന്റെ അന്നത്തിൽ കൈയിട്ടും തൊട്ടതിനൊക്കെയും കമ്മീഷൻ വാങ്ങിയോ താൻ കോടീശ്വരനായത്? എന്നിട്ട് കള്ളക്കേസൊക്കെ പൊങ്ങൂന്ന് പേടിച്ച് കുറച്ചു കാലം വിദേശത്ത് പോയി. ക്യാഷ് അവിടുന്ന് ഉണ്ടാക്കിയതാണെന്ന് ഒരു കണക്കും ഉണ്ടാക്കി തിരികെ വന്നു. പിന്നെയും പൊളിറ്റിക്സ് തേച്ച് വടിച്ച് ഇരുമ്പുമറ പോലുള്ള ഷർട്ടും മുണ്ടുമിട്ട് നെളിഞ്ഞു വന്നു നിന്ന് പ്രതാപവർമ്മ എന്ന എന്റെ അച്ഛനോട് വലിയ വർത്തമാനം പറയരുത്. പറഞ്ഞ തന്റെ നാവ് പിഴുതെടുക്കാൻ പ്രതാപവർമ്മയ്ക്ക് ആൺമക്കൾ തന്നെ വേണമെന്നില്ല. ഈ ഒരു പെൺമകള് തന്നെ ധാരാളം. മനസ്സിലായടോ തനിക്ക്? ഇതേ അവര് തമ്മിലുള്ള പ്രശ്നോ, അവര് തമ്മിൽ സംസാരിച്ചോളൂ. നിങ്ങളാരാ സാറിന് ചോദ്യം ചെയ്യേ? മാറിക്കടാ. ഇതേ പ്രതാപവർമ്മ സാറിന്റെ മകളാ. അച്ഛന്റെ നേരെ വെല്ലുവിളി ഉയർത്തിയ ഏത് മകള് റിയാക്ട് ചെയ്യും? തന്നോട് മാറിയെന്നേ. മാറിയില്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് മാറ്റും. അനന്തപിള്ളയുടെ മുഖത്ത് നോക്കി ഇതുവരെ ഒരു പെണ്ണും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇപ്പൊ ഒരു പെണ്ണ് സംസാരിച്ചില്ലേ? തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ മോളെ തൊട്ടുപോയാ നിന്റെ ഒരു കൈ മാത്രമല്ല, നിന്റെ രണ്ട് കൈ ഉണ്ടാവില്ല.
പിന്നെ ഞാനൊന്നും ചെയ്യുന്നില്ല. എന്റെ മോളോട് ക്ഷമ ചോദിച്ചിട്ട് നിനക്ക് ഇവിടെ നിന്ന് പോവാം. നിന്റെ മോളോട് ഞാൻ ക്ഷമ ചോദിക്കാനോ? പോയി ബോഡി നോക്കണോ? അവളോട് ക്ഷമ ചോദിക്കാതെ നീ ഇവിടുന്ന് പോവില്ല. നീ പോവില്ല, നിനക്ക് പോകാൻ പറ്റില്ല, കേട്ടോ? ഓ എങ്കിലും ഒന്ന് കാണണമല്ലോ. കയ്യും കാലും ഒന്നും ഒടിയാതെ തനിക്ക് ഇവിടുന്ന് നേരെ നടന്ന് കാറിൽ കയറണമെങ്കിൽ ഋതികയോട് മാപ്പ് ചോദിക്കടോ. പറഞ്ഞിട്ടില്ലേ ഋതികയോട് മാപ്പ് ചോദിക്കാൻ? വർമ്മേ, അതല്ലാതെ മറ്റൊരു പോംവഴിയും ഇല്ല അനന്ത. അവളുടെ കാലിലൊന്നും തൊട്ടു വേണ്ട, മാപ്പ് പറഞ്ഞാ മതി. മാപ്പ്. ഇനിയെങ്കിലും പോയേ ഒരു മനുഷ്യനായിട്ട് ജീവിക്കണം. മുക്കോടി ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഈ ഒരു പിടി മണ്ണ് സത്യമാണെങ്കിൽ ഈ വർമ്മയെയും മകളെയും ഞാൻ എന്റെ കാൽക്കൽ വീഴിക്കും. സത്യം, സത്യം, സത്യം.